കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിലെ മണ്ണെടുപ്പിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തഹസിൽദാരും സമരസമിതി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത്. ജനകീയ സമിതി നടത്തിയ ചർച്ചയെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും ദിൽഷയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിൽഷ, ഏത് രീതിയിലാണ് പരിശോധന നടത്തിയത്? വിവരങ്ങൾ നൽകാം. അല്പസമയം മുമ്പാണ് ഈ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തഹസിൽദാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ചേളന്നൂർ പോഴിക്കാവിലെ കുന്നിൽ മണ്ണെടുപ്പ് നടത്തിയ ആ കുന്നിൽ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. ഇവരുടെ വിശദമായ ഒരു പരിശോധന ഇവിടെ നടക്കും. അതിനുശേഷം സ്ഥലം സന്ദർശിച്ച് ശേഷം പഠിച്ച ശേഷം കാര്യങ്ങൾ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാവുക. എന്തായാലും ജനകീയ സമരസമിതി നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇവർ ഇവിടെ പരിശോധന നടത്തുന്നത്. കൂടാതെ ഈ കരാർ കമ്പനിയുടെ പ്രതിനിധികളും ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ ഇവിടെ നിന്ന് വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം കൃത്യമായി നടത്തും. ജനങ്ങളുടെ ആശങ്ക, വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കും എന്നൊക്കെ തന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശോധന ഇവിടെ തുടരുകയാണ്. നാട്ടുകാരും പോലീസും അല്പസമയം മുമ്പ് ചെറിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം വീണ്ടും വിഷയത്തിന് മേലുണ്ടായി. എന്നാൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഈ പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിലെല്ലാം തന്നെ ഇപ്പോഴും നാട്ടുകാർ പ്രതിഷേധത്തിൽ തന്നെയാണ്. പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകും. ഈ ലോറികൾ തടഞ്ഞ്, നമ്മൾ ഇന്നലെ കണ്ടതാണ്, ലോറികൾ തടഞ്ഞ് പ്രതിഷേധിക്കുന്നതിനിടെ വാർഡ് മെമ്പറായ പി സുരേഷ് കുമാറെ പോലീസ് വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിലാണ് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അവർ ഇന്നാണ് ആശുപത്രി വിട്ടത്. ഈ പോലീസ് നടപടിക്കെതിരെയെല്ലാം തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ ഇന്ന് വൈകിട്ടും പ്രതിഷേധിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഇവിടെ പരിശോധന തുടരുകയാണ്. എന്തായാലും ഈ മണ്ണിടിച്ചിൽ ഭീഷണി പൂർണ്ണമായും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു മലയോര പ്രദേശം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ മണ്ണെടുപ്പ് പൂർണ്ണമായും നിർത്തിവെച്ചില്ലെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ ഒരു തീരുമാനം. സ്വാതി, ദിൽഷ സൂചിപ്പിച്ചതുപോലെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധനയിൽ ഉണ്ടാകുന്ന നിഗമനം അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തൽ വലിയ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനെ ഏത് രീതിയിലാകും സമരസമിതിയൊക്കെ നോക്കിക്കാണുക? ഈ പ്രദേശത്ത് വൻതോതിൽ ഖനനം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ജനങ്ങൾ ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, ചെറിയ തോതിൽ മാത്രമേ ഈ കുന്നിൽ നിന്ന് മണ്ണെടുക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഈ ദേശീയപാത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഈ കരാർ കമ്പനി വീണ്ടും ഇവിടുന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇത് മണ്ണെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ 5 ലോറിയിലാണ് മണ്ണെടുത്തത്. ഇതിനെതിരെയാണ് ജനങ്ങൾ വീണ്ടും ശക്തമായി സംഘടിച്ചെത്തിയത്. പോലീസുമായിട്ട് വാക്കേറ്റം ഉണ്ടായതും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മാത്രമല്ല ഇവിടെ ഈ കുന്നിന്റെ ശേഷിക്കുന്ന ഭാഗം ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. ഈ മഴ പെയ്യുമ്പോൾ ഇളകിയ മണ്ണ് മുഴുവൻ ഒഴുകിയിട്ട് റോഡിലും സമീപത്തെ വീടുകളിലും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. വലിയ ദുരിതം തന്നെയാണ് ഈ നാട്ടുകാർ അനുഭവിക്കുന്നത്. മാത്രമല്ല ഈ മണ്ണെടുപ്പ് മൂലം വലിയ രീതിയിൽ പൊടിയുടെ ശല്യം ഈ നാട്ടിലുണ്ട്. ഇവിടെ അധികവും പ്രായമായ ആളുകളും കുട്ടികളും ഒക്കെ ഒരുപാട് തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. അപ്പോൾ ഈ പൊടിയുടെ ശല്യം മൂലം പലർക്കും ശ്വാസ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്കകൾക്ക് ഉടൻ തന്നെ പരിഹാരം വേണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല നേരത്തെ തന്നെ ഈ മണ്ണെടുക്കുന്നതിനെതിരെ ജനങ്ങൾ സംഘടിച്ചെത്തിയപ്പോൾ കളക്ടർ ഇടപെട്ടിട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകിയതാണ്, മണ്ണെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും കഴിഞ്ഞ ദിവസം മണ്ണെടുത്തത്. അതിലാണ് ജനങ്ങൾ വലിയ രീതിയിൽ സംഘടിച്ചൊരു പ്രതിഷേധം തീർത്തത്. അതിനെതിരെ ജനങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ മണ്ണെടുക്കുന്നതിനെ ജിയോളജിസ്റ്റ് കളക്ടർക്ക് നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത് പ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇങ്ങനെ മണ്ണെടുത്തവർക്കെതിരെ കളക്ടറോ ബന്ധപ്പെട്ട കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിലെ മണ്ണെടുപ്പിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ വിവരങ്ങളാണ് ദിൽഷ നൽകിയത്.